വീണ്ടും അമേരിക്ക നാണം കെട്ടും, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പുല്ല് വിലയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. നേരത്തെ ഒരു വാർത്ത ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ നമ്മൾ കൊടുത്തതാണ്. അതായത് US-ൻ്റെ ഒരു ഭീഷണി വന്നു നമ്മുടെ നാവികസേനയ്ക്ക്. റഷ്യയുടെ നാവിക ദിനവുമായി ബന്ധപ്പെട്ട് INS തമാൽ എന്ന് പറയുന്ന നമ്മുടെ പടക്കപ്പൽ അങ്ങോട്ടേക്ക് ചെല്ലരുത്, ഇന്ത്യ അതിന് പുല്ല് വില കൊടുത്ത് നമ്മുടെ കപ്പൽ റഷ്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ കൊണ്ട് ഡോക്ക് ചെയ്യുകയും റഷ്യ അത് വലിയ രീതിയിൽ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ US-നെ പോലും ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ്. ഡിസംബറിൽ റഷ്യയിലേക്ക് $1.4 മില്യൺ വിലമതിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഇന്ത്യ കയറ്റി അയച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്ത്യയിലെ സ്ഥാപനമായിട്ടുള്ള ഐഡിയൽ ഡിറ്റനേറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നിയമങ്ങൾ പാലിക്കുന്ന ഇന്ത്യൻ സ്ഥാപനം ശനിയാഴ്ച ഇന്ത്യൻ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവർ അയച്ച വസ്തു സിവിലിയൻ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ളതാണ് എന്നാണ് നമ്മൾ വാദിച്ചിരിക്കുന്നത്. അതായത് അമേരിക്ക പോലും അറിയാതെ നമ്മുടെ ഒരു സ്ഥാപനം ഇന്ത്യൻ സ്ഥാപനം റഷ്യയിലേക്ക് സ്ഫോടക വസ്തുക്കൾ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഫോടക വസ്തുക്കൾ റഷ്യയിലേക്ക് എത്തുമ്പോഴും ഇവർ കൊടുക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇത് വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള സ്ഫോടക വസ്തുവാണ് എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നാണ് അമേരിക്ക പറയുന്നത്. റഷ്യയുടെ യുക്രൈൻ യുദ്ധശ്രമത്തെ പിന്തുണയ്ക്കുന്ന ഏതൊരു സ്ഥാപനത്തിനും ഉപരോധം ഏർപ്പെടുത്തുമെന്ന US ഭീഷണി ഉണ്ടായിരുന്നിട്ടും ഐഡിയൽ ഡിറ്റനേറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് HMX അല്ലെങ്കിൽ ഒക്ടോജൻ എന്നറിയപ്പെടുന്ന സംയുക്തമാണ് രണ്ട് റഷ്യൻ സ്ഫോടക വസ്തു നിർമ്മാതാക്കൾക്ക് അയച്ചതായി ജൂലൈ 24 റിപ്പോർട്ട് പുറത്തു വന്നത്. ഇന്ത്യൻ കസ്റ്റംസ് ഡാറ്റയിൽ ഈ സംയുക്തം സ്വീകരിച്ചതായി പട്ടികപ്പെടുത്തിയിരിക്കുന്ന റഷ്യൻ കമ്പനികൾ ഒന്നാണ് സ്ഫോടക വസ്തു നിർമ്മാതാക്കളായിട്ടുള്ള പ്രോംസിറ്റസ്. റഷ്യൻ കമ്പനിക്ക് സൈന്യവുമായി ബന്ധമുണ്ടെന്നും ഏപ്രിലിൽ പ്രോംസിറ്റസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഫാക്ടറിക്കെതിരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്നും യുക്രൈനിലെ SBU സുരക്ഷാ സേവനത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ റഷ്യയ്ക്ക് കൊടുത്തിരിക്കുന്ന HMX വസ്തു ഇത് യുക്രൈനിലേക്കുള്ള റഷ്യയുടെ ആയുധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിൽ വളരെയധികം നിർണായക പങ്ക് വഹിക്കുന്ന ഒരു വസ്തുവാണ് എന്നാണ് അമേരിക്ക അടക്കം പറയുന്നത്. പെൻറ്റഗന്റെ പ്രതിരോധ സാങ്കേതിക വിവര കേന്ദ്രവും അനുബന്ധ പ്രതിരോധ ഗവേഷണ പരിപാടികളും അനുസരിച്ച് മിസൈൽ, ടോർപിഡോ, വാർ ഹെഡുകൾ, റോക്കറ്റ് മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കുന്ന പ്രൊജക്ടൈലുകൾ, നൂതന സൈനിക സംവിധാനങ്ങൾക്കായിട്ടുള്ള പ്ലാസ്റ്റിക് ബോണ്ടഡ് സ്ഫോടക വസ്തുക്കൾ എന്നിവയിൽ HMX വ്യാപകമായി ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ഖനനത്തിലും മറ്റ് വ്യാവസായിക പ്രവർത്തനത്തിലും ഈ സംയുക്തത്തിന് പരിമിതമായിട്ടുള്ള ചില സിവിലിയൻ ഉപയോഗങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ റോക്കറ്റുകളിലും മിസൈലുകളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ആ ഉപകരണമാണ് ഇപ്പോൾ ഇന്ത്യ നേരിട്ടല്ല, ഇന്ത്യയുടെ ഒരു കമ്പനി ഇന്ത്യൻ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് റഷ്യയിലേക്ക് കയറ്റി അയക്കുന്നത്. അമേരിക്ക അത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.